ഹായ്, വെൽക്കം ബാക്ക് ടു ഗെറ്റ് ലൈക്ക് ഗ്രാസ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോഹിത്തിൻ്റെ മധുരം കൊടുക്കൽ ചടങ്ങാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ക്രിസ്ത്യൻസിൻ്റെ ഇങ്ങനെയുള്ള ചടങ്ങൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നല്ലൊരു ഇതാണ്. ഞങ്ങളുടെ തീം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ക്രീം കളർ സാരി ആയിരുന്നു. അതാണ് നമ്മുടെ ഫുൾ ആൾക്കാരുടെ ടീമായിരുന്നു. പിന്നെ നല്ലൊരു ഫങ്ഷനായിരുന്നു. അവൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളി ഒരു ഫങ്ഷനായിരുന്നു. അപ്പം നല്ല നമ്മുടെ റെക്ക ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു, കാക്കനാട് മാവേലിപുരത്തുള്ള റെക്ക ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അവിടെ തന്നെയാണ് നമുക്ക് റൂമെല്ലാം താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സ്വിമ്മിംഗ് പൂളും നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പം നമുക്ക് മധുരം കൊടുപ്പൻ്റെ വീഡിയോ കണ്ടാലോ? സോറി പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വെച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസീന്റെ വചനം പോലെ നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സുരേഷിന്റെ പരിശുദ്ധമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സുരേഷിനെ മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത
പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് മാതാവിനോട് ചേർന്ന് ജപമാലയുടെ ഒരു രഹസ്യം പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, ദീർഘമായതിനെ ഗർഭം ധരിച്ച് പുസ്തകിക്കുന്ന മകളെ ഭർത്താവ് ഗബ്രിയേൽ മാലാഖ ദൈവത്തിനെ അറിയിച്ചതിനാൽ അങ്ങേക്കുണ്ടാകുന്ന സന്തോഷത്തിൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ നല്ല ദിവസത്തെ ഓർമ്മയും വന്ദനയും നമ്മുടെ നയനമോളെയും സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇവിടെ വരാൻ സാധിക്കാത്തവരെയും എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നാളെ വിവാഹം എന്ന കുദാശയിലൂടെ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ വിവാഹം എന്ന കുദാശയിലൂടെ കടന്നു വരുമ്പോൾ നസ്രത്തിലെ തിരുകുടുംബം പോലെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ നല്ല സന്തോഷമുള്ള കുടുംബമായി നല്ല ദമ്പതികളായി ജീവിക്കുവാൻ ഈ മക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വചനം പറയുന്നത് പോലെ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നാണ് വചനം പറയുന്നത്. ഈ മകന് ചേർന്ന ഇണയെ ഈശോ കൊണ്ടു തന്നതിന് നന്ദി പറയാം. അതുപോലെ തന്നെ ഇവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നല്ല ഒരു പൗരനാക്കി നല്ലൊരു മകനാക്കി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ഈശോയ്ക്ക് നന്ദി പറയുന്നു. മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ക്രമീകരിക്കാൻ സഹായിച്ച ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ഈശോയെ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി മംഗളപൂർവ്വം നടക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രത്യേക കരുണ, പ്രത്യേക സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹത്തിനെയും എലിസബത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുണയും സന്തോഷവും നമ്മളിൽ എല്ലാവരും നിറഞ്ഞു നൽകുവാൻ പ്രത്യേകമായിട്ട് മോഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാമോഹത്തിന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. From a throne of endless glory to praise forever to the King of Kings. അടുത്ത നയനയാണ്. നയനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ആങ്ങളെയും പെങ്ങളും നല്ല തല്ലുട്ടുണ്ട്. എനിക്കും ഒരു ആങ്ങളെ ഉള്ളത്. ഞങ്ങൾ തമ്മിൽ തല്ലുകൂടാത്ത ഒരു നിമിഷം പോലും ചെറുപ്പകാലത്ത് ഉണ്ടാവില്ല. ഇന്നാണെങ്കിൽ നല്ല അടയും ചക്കരയായിട്ടിരിക്കാം. അപ്പൊ പുതിയൊരു ചേച്ചി വരുന്ന ഈ നിമിഷത്തിൽ എന്താണ് നയനയ്ക്ക് പറയാനുള്ളത്? ഒരുമിച്ച് ചേട്ടന് എതിരെ തള്ളുകൂടാൻ ഒരാളെ കിട്ടുന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ എല്ലാ സന്തോഷവും എല്ലാം അവർക്ക് ഞാൻ ആശംസിക്കുന്നു. അവർ ഭയങ്കര നല്ലൊരു കപ്പിളാണ്. അത് കാണാൻ നല്ല സന്തോഷമുണ്ട്. ഒരു പുതിയ ആളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ നല്ല സന്തോഷമുണ്ട്. So they all are very happy. എന്താണ് മധുരം വെപ്പ്? ആർക്കെങ്കിലും അറിയോ എന്തിനാ നമ്മള് ഈ ക്രിസ്ത്യാനികൾ മധുരം വെപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തും?
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണിത്. മോഹിത്തിൻ്റെ കല്യാണം. എനിക്ക് പറയാനുള്ള ഓരോരോ അഡ്വൈസായിട്ട് പറയാനുള്ളത്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർക്ക് ഒന്നുമില്ല, സന്തോഷമായിട്ട് ജീവിക്കുക. താങ്ക് യു. എല്ലാവരും അവരുമായി പറഞ്ഞു കേട്ടത് ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന്. എനിക്ക് അവിടെയാണ് ഒരു തിരുത്തലുള്ളത്. അത് വിവാഹ ജീവിതം വരെ. അത് കഴിഞ്ഞാൽ വലിയ ഒരു കൂട്ടുത്തരവാദിത്വത്തിലേക്കാണ് നാളെ ഈ സമയമാകുമ്പോഴത്തേനും അദ്ദേഹം കടന്നുപോയത്. അത് പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അത് അടിച്ചു പിരിയുകയായിരിക്കും അതിൻ്റെ ഫലം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ജീവിതമായിരിക്കരുത് നിങ്ങൾ വിഭാവന ചെയ്യുന്നതെന്നാണ് എനിക്ക് സ്നേഹത്തോടെ എൻ്റെ പൊന്നു മകനോട് പറയാനുള്ളത്. കാരണം വിവാഹവേദിയിൽ വെച്ച് പറയുന്ന ഒരു വാരമുണ്ട്, ഭാര്യയായി വരുന്നവൾ അവളുടെ വീടും ബന്ധുക്കളെയും എല്ലാം വിട്ട് നിന്നിലേക്ക് വന്നു ചേരുകയാണ്. അവളുടെ ഏറ്റവും വലിയ അഭയവും ആശ്രയവും നീയാണ്. അപ്പോൾ അവളെ പരിഗണിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കടമ, ഉത്തരവാദിത്വം നാളെ മുതൽ ഏറ്റെടുക്കുകയാണ്. അവിടെ നിന്റെ സ്വാർത്ഥതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ആ തോണി അങ്ങേ കരയിൽ എത്തിക്കാൻ പറ്റൂ. നീണ്ട 57 വർഷത്തെ ദാമ്പത്യ ജീവിതം ഞങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ് മെയ് മാസം 5-ാം തീയതി. ആ എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ട് പറയുകയാണ്, ജീവിതം നാളെ ആരംഭിക്കുമ്പോൾ കാണുന്ന ആ മകനീതിയൊന്നും മുന്നോട്ട് പോകുമ്പോൾ കാണണമെന്നില്ല. തകർച്ചകളും നൊമ്പരങ്ങളും വേദനകളും തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ഒരുപാട് വേദികൾ ജീവിതത്തിൽ കടന്നു വരും. തകർന്നു പോയി എന്ന് തോന്നുന്ന വലിയ നിമിഷങ്ങൾ വരും. അവിടെയെല്ലാം ഇണയും തുണയുമായിട്ടാണ്. ഇണയുടെ കാലം കഴിയുമ്പോൾ കുറച്ച് തുണയാകുന്നുണ്ട്. അതായത് ആ ഒരു വളർച്ചയിലേക്ക് വരണമെങ്കിൽ ആഴമായ സ്നേഹം, ആ സ്നേഹത്തിൽ ഊന്നി. ഇപ്പം പപ്പാച്ചി കയറി വരുന്ന കണ്ടോ, പപ്പാച്ചി കയറി വന്ന് കണ്ടോ, എപ്പോഴും ഇന്ന് ഇണയല്ല, പപ്പാച്ചിക്ക് തുണയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വേദികളിൽ അങ്ങനെ ആയിരിക്കണമെങ്കിൽ അത് കരുതലോടെ ജീവിക്കണം. മുഖവരിയായിട്ട് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ള അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.
Friends of Mohit in the working days, and we have great energy from the youngsters, and you carry over the culture and civilization and knowledge. Thank you everyone. It's a great evening, great night. Tomorrow we are formal, but today we are not formal, we are informal. And you did a great job, and your friendship, your companionship, and your everything is really good. Thank you everyone. Thank you. Thank you. അപ്പോൾ വീഡിയോ കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു മധുരവെപ്പിൻ്റെ ചടങ്ങുകളും? ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് വന്നില്ല, ഹസ്ബൻഡ് രാത്രിയിലേ വരികയുള്ളൂ. എല്ലാം കഴിഞ്ഞപ്പോഴത്തെ 10:30 ആയി. നല്ലതായിട്ട് ടയർഡായിട്ടുണ്ട്. പക്ഷേ അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇനി നാളെ കല്യാണം, വൈകിട്ട് റിസപ്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. See you. Bye.